ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ആര്യ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പ്രധാനമായിട്ടും അറിയാം, ഇനി വരാനിരിക്കുന്ന ഒരു എക്സാമാണ് ലീഗൽ മെട്രോളജി അല്ലേ. അപ്പോൾ അത് ലക്ഷ്യം വെച്ചുകൊണ്ട് പഠിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ടാവും. അപ്പോൾ അവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കായിട്ടുള്ള സിറ്റിസൺഷിപ്പാണ് നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ അതിന് മുമ്പായിട്ടൊരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ, നമ്മൾ ലീഗൽ മെട്രോളജിയുടെ ഒരു പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ജോയിൻ ചെയ്ത് പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾ 8590202323 എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഇതിൽ ലൈവ് ക്ലാസ് പ്ലസ് റെക്കോർഡഡ് ക്ലാസ് അതുപോലെ തന്നെ മെൻറ്റർഷിപ്പ് എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ എത്രയും വേഗം തന്നെ എന്ത് ചെയ്യുക, സമയം പാഴാക്കാതെ ജോയിൻ ചെയ്ത് നല്ല രീതിയിൽ തന്നെ പഠിച്ച് മുന്നോട്ട് പോവാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ടോപ്പിക്കിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഏതാണ്? പൗരത്വം, സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഇതിനെക്കുറിച്ച് പഠിക്കാൻ നേരത്ത് ഇതിൻ്റെ ആർട്ടിക്കിള്, അതുപോലെ തന്നെ ഇതിൻ്റെ ഏത് ഭാഗത്താണ് വരുന്നത്, നമ്മൾ ഈ ആശയം എവിടെ നിന്നാണ് കടമെടുത്തത്, ഓരോ ആർട്ടിക്കിളുകളിലും എന്താണ് പറയുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു വെക്കണം. അതുപോലെ തന്നെ നമുക്ക് പൗരത്വം നേടുവാനുള്ള മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണ്, ഇത് നഷ്ടമാകുന്ന രീതികൾ എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. പൗരത്വം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഏത് ഭാഗത്താണ് വരുന്നത് എന്ന കാര്യം പഠിച്ചു വെക്കണം. ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? നമുക്ക് നോക്കാം. ഭാഗം 2 എന്ന കാര്യം ഒന്ന് പഠിച്ചു വെച്ചോളുക കേട്ടോ. പാർട്ട് 2 നമ്മുടെ സിറ്റിസൺഷിപ്പിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്, ഓർത്തിരിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം. ഭരണഘടനയുടെ പാർട്ട് 2 സിറ്റിസൺഷിപ്പിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് എന്ന കാര്യം പഠിച്ചു വയ്ക്കുക കേട്ടോ. അപ്പോൾ പൗരത്വം എന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് നമ്മുടെ ഭരണഘടനയിൽ ഭാഗം 2 എന്ന കാര്യം ഓർക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞു ഭാഗം 2 പൗരത്വത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഏത് ആർട്ടിക്കിൾ മുതലാണ് ഇതിനെക്കുറിച്ച് പറയുന്നത് എന്ന കാര്യം കൂടെ എക്സാമിന് ചോദിക്കാറുണ്ട്. പഠിച്ചു വെച്ചോളുക. ആർട്ടിക്കിൾ 5 മുതൽ 11 വരെയാണ് കേട്ടോ. എത്രയാണ്? 5 മുതൽ 11 വരെയാണ് പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു പാർട്ട് 2 വരുന്നത്. ആർട്ടിക്കിൾ 5 മുതൽ 11 വരെയാണ് പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് എന്ന കാര്യം കൂടെ ഓർക്കുക. അതുപോലെ തന്നെ നമുക്കറിയാം, നമുക്ക് ഏത് തരത്തിലുള്ള സിറ്റിസൺഷിപ്പാണ് നമ്മുടെ ഇന്ത്യയിലുള്ളത്? നമുക്ക് ഏക പൗരത്വമാണ് അല്ലേ. നമുക്ക് ഇന്ത്യൻ പൗരത്വം, അതുപോലെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ബേസിൽ നമുക്കൊരു പൗരത്വം കിട്ടുമോ? അല്ലെങ്കിൽ കേരള പൗരത്വം, അങ്ങനെയൊന്നുമില്ല അല്ലേ. നമുക്ക് ആകെ ഒരു പൗരത്വം ഉള്ളൂ. എന്ത്? ഇന്ത്യൻ പൗരത്വം ആണുള്ളത് അല്ലേ. അപ്പോൾ നമുക്കറിയാം ഏക പൗരത്വം, സിംഗിൾ സിറ്റിസൺഷിപ്പ് ആണുള്ളത് എന്ന കാര്യം കൂടെ ഓർക്കുക. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. പക്ഷേ അറിഞ്ഞിരിക്കുക, നമുക്ക് ഏക പൗരത്വമാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ നൽകുന്നത് അല്ലേ. അതുപോലെ ഇന്ത്യയിൽ സംസ്ഥാനങ്ങൾക്ക് എങ്ങനെയാണ്? സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക പൗരത്വമില്ല എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ഈ ഏക പൗരത്വം, സിംഗിൾ സിറ്റിസൺഷിപ്പ് എന്ന ആശയം നമ്മൾ ഏത് രാജ്യത്ത് നിന്നാണ് കടമെടുത്തത് എന്ന കാര്യം കൂടെ പഠിച്ചു വെക്കണം. എവിടെ നിന്നാണ്? UK നിന്നാണ് എന്ന കാര്യം ഓർക്കുക കേട്ടോ. എവിടെ നിന്നാണ്? ബ്രിട്ടനിൽ നിന്നാണ് നമ്മൾ ഈ ഏക പൗരത്വം എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൂടെ ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞ പ്രധാനപ്പെട്ട പോയിന്റുകളൊന്നും പഠിച്ചു വയ്ക്കുക. പാർട്ട് 2 വരുന്നത്. ആർട്ടിക്കിൾ 5 മുതൽ 11 വരെ വരുന്നു. അതുപോലെ ഏക പൗരത്വമാണ് വരുന്നത്. ഈ ഏക പൗരത്വം നമ്മൾ കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണ് എന്ന കാര്യം ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇപ്പം നമ്മൾക്ക് നോക്കാം ഇനി ആർട്ടിക്കിൾ 5 എന്താണ് വരുന്നത് എന്ന് നോക്കാം. അപ്പോൾ ആർട്ടിക്കിൾ 5 പറയുന്നത് ഭരണഘടന നിലവിൽ വന്ന സമയത്തെ പൗരത്വത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. നമുക്കറിയാം ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത്, അതിനുശേഷമാണ് വിഭജനമൊക്കെ വരുന്നത് അല്ലേ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ആ സമയം എങ്ങനെയാണ് പൗരത്വം എന്നതിനെ കുറിച്ചാണ് നമ്മുടെ ആർട്ടിക്കിൾ 5 വരുന്നത്. ഭരണഘടന നിലവിൽ വന്ന സമയത്തെ പൗരത്വം എന്താണ് എന്നതിനെ കുറിച്ച് പരാമർശിക്കുന്നത് ആർട്ടിക്കിൾ 5 എന്ന കാര്യം ഓർക്കുക. ഇനി ആർട്ടിക്കിൾ 6 എന്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്? അതായത് നമ്മൾ പറഞ്ഞു വിഭജനമൊക്കെ നടന്നു അല്ലേ. അപ്പോൾ പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് കുടിയേറിയവരുടെ പൗരത്വ അവകാശത്തെ കുറിച്ചിട്ടാണ് ഇതിൽ വരുന്നത്. അതായത് ഈ പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് കുറേ ആളുകൾ കുടിയേറിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ വന്ന ആളുകളുടെ പൗരത്വ അവകാശങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ച് പറയുന്നത് ഏതിലാണ്? ആർട്ടിക്കിൾ 6 എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി വരുന്നതാണ് ആർട്ടിക്കിൾ 7. ആർട്ടിക്കിൾ 7 എന്താണ് പറയുന്നത്? നമ്മൾ പറഞ്ഞു പാകിസ്ഥാനിൽ നിന്നും കുറേ പേര് ഇന്ത്യയിലേക്ക് വന്നു, അവരുടെ അവകാശത്തെ കുറിച്ച് പറയുന്നതാണ് ഏത്? ആർട്ടിക്കിൾ 6 എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിലേക്ക് പോയ ശേഷം തിരികെ വന്നവരുടെ പൗരത്വം, കുറേ പേര് ഇന്ത്യയിൽ നിന്നും പോയി,
അതിനുശേഷം അവരെന്ത് ചെയ്യും? തിരികെ വന്നിട്ടുണ്ട്. അത്തരത്തിലുള്ള ആളുകളുടെ പൗരത്വത്തെ കുറിച്ച് പറയുന്നത് ഏതിലാണ്? ആർട്ടിക്കിൾ 7 എന്ന കാര്യം കൂടെ ഓർക്കുക. ഇനി ആർട്ടിക്കിൾ 8 എന്താണ് പറയുന്നത്? ഇന്ത്യക്ക് പുറത്ത് താമസിക്കുന്ന ഇന്ത്യൻ വംശജരുടെ പൗരത്വാവകാശമാണ് ഇതിൽ വരുന്നത്, ആർട്ടിക്കിൾ 8 വരുന്നത് കേട്ടോ. അപ്പൊ ഇന്ത്യക്ക് പുറത്ത് താമസിക്കുന്ന ഇന്ത്യക്കാരായ അല്ലെങ്കിൽ ഇന്ത്യ വംശജരായിട്ടുള്ള ആളുകളുടെ പൗരത്വാവകാശം എന്താണ് എന്നതിനെ കുറിച്ച് പറയുന്നത് ഏതിലാണ്? ആർട്ടിക്കിൾ 8 എന്ന കാര്യം കൂടെ എന്ത് ചെയ്യുക? പഠിച്ചു വെച്ചോളൂ കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് നോക്കാം ആർട്ടിക്കിൾ 9 എന്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്? ആർട്ടിക്കിൾ 9 സ്വമേധയാ വിദേശ പൗരത്വം സ്വീകരിക്കുന്നവർക്ക് ഇന്ത്യൻ പൗരത്വം നഷ്ടപ്പെടും. അതായത് നമ്മൾ പറഞ്ഞു എന്താണ്, നമ്മൾ ഇന്ത്യൻ പൗരത്വം നമ്മൾ സ്വമേധയാ എന്ത് ചെയ്യുന്നു? നമ്മൾ വേറെ ഒരു രാജ്യത്ത് പോയി താമസിക്കുകയാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കുകയാണ് നമുക്ക് ആ രാജ്യത്തെ പൗരത്വം മതി എന്ന് നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ സ്വമേധയാ നമുക്ക് എന്ത് ചെയ്യാം? വിദേശ പൗരത്വം സ്വീകരിക്കാം. പക്ഷെ അങ്ങനെ സ്വീകരിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും? എന്ത് സംഭവിക്കും? നമ്മുടെ ഇന്ത്യൻ പൗരത്വം നഷ്ടമാകും. അതാണ് പറയുന്നത്. അപ്പോൾ ഓർക്കുക, അതെന്തുകൊണ്ടാണ്? നമുക്കിവിടെ ഏക പൗരത്വമാണ്, ഇരട്ട പൗരത്വം സാധ്യമല്ല. അപ്പൊ നമ്മളൊരു വിദേശ രാജ്യത്ത് പോയി ആ പൗരത്വം സ്വീകരിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും? നമ്മുടെ ഇന്ത്യൻ പൗരത്വം നഷ്ടമാകും എന്ന കാര്യം ഓർക്കുക. ഇതിനെക്കുറിച്ച് പറയുന്നത് ഏതിലാണ്? ആർട്ടിക്കിൾ 9 എന്ന കാര്യം ഓർക്കുക കേട്ടോ. ആർട്ടിക്കിൾ 9 ഇതിനെക്കുറിച്ച് പറയുന്നത്. ആർട്ടിക്കിൾ 10 എന്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്? പാർലമെന്റ് നിർമ്മിക്കുന്ന നിയമങ്ങൾക്ക് വിധേയമായി പൗരത്വാവകാശങ്ങൾ തുടരുക. അപ്പൊ ഈ പാർലമെന്റ് ആണ് നമ്മുടെ പൗരത്വവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമങ്ങൾ നിർമ്മിക്കുന്നത്. അതിന് വിധേയമായിട്ട് വേണം നമ്മുടെ പൗരത്വാവകാശങ്ങൾ തുടരാൻ. അപ്പൊ അത് ഓർക്കുക, അത് പറയുന്നത് ആർട്ടിക്കിൾ 10 എന്ന കാര്യം ഓർക്കുക. അങ്ങനെയാണെങ്കിൽ ആർട്ടിക്കിൾ 11 എന്താണ് പറയുന്നത്? പൗരത്വാവകാശത്തെ കുറിച്ചുള്ള അല്ലെങ്കിൽ പൗരത്വത്തെ കുറിച്ചുള്ള നിയമനിർമ്മാണം നടത്താൻ ആർക്കാണ് അവകാശം? അത് പാർലമെന്റിന് മാത്രമാണ് എന്ന കാര്യം ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ ഈ പൗരത്വത്തെ സംബന്ധിച്ചിട്ടുള്ള നിയമനിർമ്മാണം നടത്തുന്നത് ആരാണ്? അത് പാർലമെന്റ് ആണ് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ഇത്രയും ആർട്ടിക്കിൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് പഠിച്ചു വെക്കണം കേട്ടോ. ഓക്കെ, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൃത്യമായിട്ട് തന്നെ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. ഇനി നമുക്ക് നോക്കാം, നമുക്ക് ഇന്ത്യൻ പൗരത്വം സ്വന്തമാക്കാൻ പറ്റുന്നത് 5 രീതികളിലാണെന്ന് ഓർക്കുക. എത്ര രീതികളിലാണ്? 5 രീതികളിലാണ് എന്ന കാര്യം പഠിച്ചു വെക്കുക കേട്ടോ. 5 രീതിയിൽ നമുക്ക് സ്വന്തമാക്കാം. അത് ഏതൊക്കെയാണ് ആ 5 രീതികൾ എന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യത്തേതാണ് ജനനം വഴി, ബൈ ബർത്ത്. അതെന്താണ്? നമ്മൾ ഇന്ത്യയിൽ ജനിക്കുന്നതിലൂടെ നമുക്ക് എന്ത് ലഭിക്കും? ഇന്ത്യൻ പൗരത്വം ലഭിക്കും. അതാണ് ബൈ ബർത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇന്ത്യയിൽ ജനിക്കുന്നതിലൂടെ നമുക്ക് എന്ത് ലഭിക്കുന്നു? ഇന്ത്യൻ പൗരത്വം ലഭ്യമാകുന്നു. രണ്ടാമത്തേതാണ് വംശപാരമ്പര്യം വഴി, ബൈ ഡെസെന്റ്. അതായത് മാതാപിതാക്കളിൽ ആർക്കെങ്കിലും ഒരാൾക്ക് എന്തുണ്ടാവണം? ഇന്ത്യൻ പൗരത്വം ഉണ്ടെങ്കിൽ കുട്ടിക്ക് എന്ത് ലഭിക്കും? ഇന്ത്യൻ പൗരത്വം ലഭിക്കും. അതായത് അച്ഛനോ അമ്മയ്ക്കോ അതിൽ ആരെങ്കിലും ഒരാൾ ഇന്ത്യൻ പൗരനാണെങ്കിൽ സ്വാഭാവികമായിട്ടും കുട്ടിയും എന്താകും? ഇന്ത്യൻ പൗരനാകും എന്ന് പറയുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞു ജനനം വഴി, വംശ പാരമ്പര്യം വഴി. ഓക്കെ, ഇനി അടുത്ത മാർഗം നോക്കാം, രജിസ്ട്രേഷൻ വഴി, ബൈ രജിസ്ട്രേഷൻ ആണ് വരുന്നത്. ബൈ രജിസ്ട്രേഷൻ വഴി എന്ന് പറയുമ്പോൾ എന്താണ്? ഇന്ത്യൻ വംശജർക്കോ ഇന്ത്യക്കാരെ വിവാഹം കഴിച്ചവർക്കോ നിശ്ചിത കാലയളവ് ഇന്ത്യയിൽ താമസിച്ച ശേഷം എന്ത് ചെയ്യാം? രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ പറഞ്ഞു ഇന്ത്യൻ വംശജർ അല്ലേ, അച്ഛനും അമ്മയോ ഒരാൾ നമ്മുടെ ഇന്ത്യക്കാരനായിരിക്കണം. അങ്ങനെയുള്ളവരാരാണ്? ഇന്ത്യൻ വംശജരായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിൽ നിന്നും ഒരാളെ വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു വിദേശി വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? രജിസ്റ്റർ വഴി അവർക്ക് നമ്മുടെ ഇന്ത്യൻ പൗരത്വം ലഭിക്കും. അതാണ് ഇത് രജിസ്ട്രേഷൻ വഴി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതാണ് ദേശീയവൽക്കരണം ഓർ സ്വാഭാവിക പൗരത്വം വഴി, ബൈ നാച്ചുറലൈസേഷൻ എന്ന് പറയും. അതായത് വിദേശികൾക്ക് ചില മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ, അതായത് കല, ശാസ്ത്രം, സാഹിത്യം തുടങ്ങിയ മേഖലകളിലെ സംഭാവനകൾ അല്ലെങ്കിൽ ദീർഘകാല താമസം, ഇതൊക്കെ എന്തിന് കാരണമാവും? പൗരത്വം നൽകുന്നതിനുള്ള കാരണമാണ്. നമുക്കറിയാം കുറേ വിദേശികളൊക്കെ നമ്മുടെ ഇന്ത്യയിൽ വന്ന് താമസിക്കാറുണ്ട് അല്ലേ. അങ്ങനെയുള്ളവർ പ്രധാനമായിട്ടും കല, ശാസ്ത്രം, സാഹിത്യം തുടങ്ങിയ മേഖലകളിലൊക്കെ ചില സംഭാവനകൾ നൽകുന്ന ആളുകളായിരിക്കാം. അത്തരത്തിലുള്ള ആളുകൾ അല്ലെങ്കിൽ ദീർഘകാല താമസം ഇവിടെ കുറേ കാലമായിട്ട് താമസിക്കുന്നവർക്കാണെങ്കിലും എന്ത് ചെയ്യാം? നമ്മുടെ പൗരത്വം ലഭ്യമാകും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് നോക്കാം, ഏതാണ്? പ്രദേശങ്ങൾ കൂട്ടിച്ചേർക്കൽ വഴി,
അതായത് നമ്മുടെ ഈ രാജ്യത്തിനോട് ഏതെങ്കിലും ഒരു പുതിയ പ്രദേശം ഇന്ത്യയുടെ ഭാഗമായി മാറുമ്പോൾ എന്ത് സംഭവിക്കും? അവിടെ നിന്നും ഇങ്ങോട്ടേക്ക് കൂട്ടിച്ചേർക്കുമ്പോൾ അവിടെയുള്ള പൗരന്മാർക്ക് എന്ത് ലഭിക്കും? ഇന്ത്യൻ പൗരത്വം ലഭിക്കും. കാരണം നമ്മുടെ ഇന്ത്യയുടെ ഭാഗമായി മാറുവാണ് അല്ലേ. അപ്പോൾ ഓർക്കുക, മറ്റൊരു മാർഗമാണ് ഇത്, പ്രദേശങ്ങൾ കൂട്ടിച്ചേർക്കൽ വഴി, ബൈ ഇൻകോർപ്പറേഷൻ ഓഫ് ടെറിട്ടറി. അപ്പം നമ്മൾ പൗരത്വം 5 മാർഗങ്ങളിലൂടെ ലഭിക്കുമെന്ന് കണ്ടു. അങ്ങനെയാണെങ്കിൽ ഇവ നഷ്ടപ്പെടുന്നത് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. പ്രധാനമായിട്ടും 3 മാർഗങ്ങളിലൂടെയാണ് കേട്ടോ. ഓർത്തിരിക്കുക, പൗരത്വം നഷ്ടപ്പെടുന്നത് പ്രധാനമായിട്ടും എത്ര മാർഗങ്ങളിലൂടെയാണ്? 3 മാർഗങ്ങളിലൂടെയാണ് എന്ന കാര്യം ഓർക്കുക. അപ്പം നമുക്ക് നോക്കാം ആ 3 മാർഗങ്ങൾ ഏതൊക്കെയാണ്. ലോസ് ഓഫ് സിറ്റിസൺഷിപ്പ്, അതുകൂടെ ഒന്ന് പഠിച്ചു വെക്കണം. ഓർത്തിരിക്കുക, ത്യാഗം ചെയ്യൽ. അതായത് എന്താണ്? സ്വമേധയാ പൗരത്വം ഉപേക്ഷിക്കുന്നവർക്ക് അല്ലേ. നമ്മൾ സ്വമേധയാ എന്ത് വിചാരിക്കുകയാണ്? നമുക്ക് ഇന്ത്യൻ പൗരത്വം വേണ്ട എന്ന് വിചാരിച്ച് നമുക്ക് എന്ത് സംഭവിക്കും? ഇന്ത്യൻ പൗരത്വം നഷ്ടമാക്കാം. നമ്മൾ സ്വമേധയാ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ അത്തരത്തിലൊരു മാർഗമുണ്ട്. അതാണ് ത്യാഗം ചെയ്യൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്താണ് അവസാനിപ്പിക്കൽ, ടെർമിനേഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. മറ്റൊരു രാജ്യത്തെ പൗരത്വം സ്വീകരിക്കുമ്പോൾ ഇന്ത്യൻ പൗരത്വം എന്താവും? തനിയെ റദ്ദാകും. നമ്മൾ പറഞ്ഞു നമുക്ക് ഏക പൗരത്വമാണ്, അതുകൊണ്ട് നമ്മൾ മറ്റൊരു രാജ്യത്തെ പൗരത്വം സ്വീകരിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ ഇന്ത്യൻ പൗരത്വം റദ്ദാക്കുന്നു. അത് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ആർട്ടിക്കിൾ 9 അതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ ആർട്ടിക്കിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കൃത്യമായിട്ട് തന്നെ എന്ത് ചെയ്യുക, പഠിച്ചു വയ്ക്കുക. പിന്നെ മറ്റൊരു മാർഗം നോക്കാം, എടുത്തുമാറ്റൽ. എന്താണ് എടുത്തുമാറ്റൽ? വ്യാജരേഖ ചമച്ചോ ഭരണഘടനയോട് വഞ്ചന കാണിച്ചോ പൗരത്വം നേടിയതാണെന്ന് കണ്ടെത്തിയാൽ കേന്ദ്ര സർക്കാർ പൗരത്വം റദ്ദാക്കുന്നു അല്ലേ. ഏതെങ്കിലും രീതിയിൽ വഞ്ചനയിലൂടെയോ ചതിയിലൂടെയൊക്കെയോ നമ്മുടെ ഇന്ത്യൻ പൗരത്വം നേടിക്കഴിഞ്ഞാലും എന്ത് സംഭവിക്കും? നമ്മുടെ പൗരത്വം നഷ്ടമാകും. അപ്പോൾ ഈ പറഞ്ഞ 3 മാർഗങ്ങളിലൂടെയാണ് ഇന്ത്യൻ പൗരത്വം നഷ്ടമാകുന്നത്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഏരിയയിൽ നിന്നും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഏത് പാർട്ടിലാണ്, ഏതൊക്കെ ആർട്ടിക്കിളിലാണ് വരുന്നത്, ആ ആർട്ടിക്കിൾ കൃത്യമായിട്ട് പഠിക്കുക. നമ്മൾ കടമെടുത്തത് ഏതൊക്കെ രീതിയിലാണ്, കടമെടുത്തത് ഏത് രാജ്യത്ത് നിന്നാണ്, അതുപോലെ നമുക്കിത് ലഭ്യമാകുന്നത്, നഷ്ടമാകുന്ന ഈ രീതികളും കൃത്യമായിട്ട് തന്നെ ഈ ടോപ്പിക്കിൽ പഠിച്ചു വെക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അപ്പോൾ കൃത്യമായിട്ട് തന്നെ എന്ത് ചെയ്യുക, ഈ ഏരിയ പഠിച്ചു പോവുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കട്ടെ, നമ്മുടെ ലീഗൽ മെട്രോളജിയുടെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾ എത്രയും വേഗം തന്നെ ജോയിൻ ചെയ്യുക. നല്ല രീതിയിൽ തന്നെ പഠിച്ച് മുന്നോട്ട് പോവുക. അപ്പോൾ നമുക്ക് ഇതുപോലെ മറ്റൊരു സെഷനുമായിട്ട് വീണ്ടും കാണാം. താങ്ക്